ഇമാം ഖാദി ഇയാദിന്റെ അതാ ശിഫ എടുക്കൂ. എടുക്കുമോനെ ഇമാം ഖാദി ഇയാദിന്റെ അതാ ശിഫ എടുക്കൂ കേട്ടോ. ഇപ്പൊ എന്താ എടുക്കാൻ പറഞ്ഞത്? എടുക്കുമോനെ അതാ ഇമാം ഖാദി ഇയാദിന്റെ ശിഫ എടുക്കൂ. ഇതാണ് ആ കിതാബ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഖാദി ഇയാദിന്റെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ആ ശിഫയാണ് ഈ കാണിക്കുന്നത്. ആ ശിഫയാണ് പ്രിയപ്പെട്ടവരെ ഈ കാണിക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചോ, ആ ശിഫയിൽ നിന്ന് എന്താണ് വായിക്കാനുള്ളത്? ആ ശിഫയിൽ നിന്ന് ഇനി മൂപ്പര് വായിക്കുന്നിടത്ത് ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. എന്താണ് തട്ടിപ്പ്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. കിതാബിൽ നോക്കിയിട്ട് വായിക്കുമ്പോ ഇങ്ങനെ തട്ടിപ്പ് വേണോ? ആ ശിഫയുടെ പേജൊന്ന് മറിച്ചു വെക്കൂ സ്ക്രീനിൽ, ജനങ്ങളൊന്ന് കാണട്ടെ. ഒരു ഭാഗത്ത് അതൊന്ന് മറിച്ചു വെക്കൂ. ഇനി പേരോട് അതിലുള്ള ഇബാറത്ത് വായിക്കുന്നത് ഒന്ന് കേൾപ്പിക്കൂ, ജനങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. പേരോടതാ കിതാബിലെ ഇബാറത്താണ് വായിക്കുന്നത്. വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കതാ ചുവന്ന റൗണ്ടിലിട്ട് അടയാളപ്പെടുത്തിയ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന് പറയുന്ന ഭാഗം പേരോടതാ കിതാബ് നോക്കി വായിച്ചിട്ട് പോലും മൂടി വെക്കുന്നു, കട്ട് വായിക്കുന്നു. അതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ ശേഷം പറയാം. ആ കട്ട് വായിക്കുന്നത്, കിതാബ് നോക്കിയിട്ട് അവിടെ കട്ട് വായിക്കുന്നതൊന്ന് കേട്ടോളൂ. قال مالك يا أمير المؤمنين لا ترفع صوتك في هذا المسجد فإن الله تعالى أدب قوما فقال لا ترفعوا أصواتكم فوق صوت النبي الآية ومدح قوما قال فإن الذين يغضون أصواتهم عند رسول الله الآية وذم قوما فقال إن الذين ينادونك الآية وأن حرمته ميتا كحرمته حيا. മാലിക് ഇമാം പറയുന്നു, ഖുർആൻ തെളിവുദ്ധരിച്ചിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരി മാലിക് ഇമാമിന്റെ മുന്നിൽ വിനയം കാണിച്ചു. ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ ദ്വാരക്കണ്ടത്, ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ? അപ്പോഴതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ മുഖം തിരിക്കുന്നു? വസീലത്തു അബീക, നിങ്ങളെയും നിങ്ങളെ ആദം നബിയുടെയും അതേ വസീലയല്ലേ അവിടുന്ന് ആദം അലൈഹിസ്സലാം. ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ഈ രൂപത്തിൽ അവിടെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നത് മൂപ്പര് കട്ട് വായിച്ചതാണ്. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. വായിക്കുമ്പോൾ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം എന്ന് മാത്രമാണ് വായിക്കുന്നത്. പിന്നീട് ബലിസ്തഖ്ബിൽഹു എന്നാ വായിക്കുന്നത്. ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന ഭാഗം കട്ടിട്ടാണ് പേരോട് വായിച്ചിട്ടുള്ളത്. അതാണ് പിടികൂടിയിട്ടുള്ളത്. ഈ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിന് നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല. ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ചുകൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫിർ ബിഹി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കിതാബ് നോക്കിയിട്ട് തന്നെ സംശയമുള്ളവർക്ക് പേരോടിന്റെ ആ ഭാഗം വന്ന സിഡിയിൽ പരിശോധിക്കാം. അദ്ദേഹം എടുക്കാൻ പറഞ്ഞ കിതാബാണിത്. അതാ ഖാദിയാളിന്റെ ശിഫയാണ് എടുക്കാൻ പറഞ്ഞത്. അതിൽ നോക്കിയിട്ടാണ്
വായിച്ചപ്പോൾ അപ്പുറവും ഇപ്പുറവും വാചകം വായിച്ചതല്ലാതെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ കട്ട് വായിച്ചതാണ്. അതാണ് ഇവിടെ പിടികൂടിയത്. വെറുതെ നിങ്ങൾ കട്ടതല്ല, നിങ്ങൾക്കതിൽ ലക്ഷ്യമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ശിഫയാണ് ഈ കാണുന്നത്, ഖാദി ഇയാദിന്റെ ശിഫ എന്ന ഗ്രന്ഥമാണിത്, ഇതിൽ നിങ്ങൾ വായിച്ചതുപോലെ കാണിക്കാൻ സാധിക്കുമോ? ഇലല്ലാഹി യൗമൽ ഖിയാമ, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നിതിലില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കട്ടുവെച്ചു. എന്തിന് നിങ്ങൾ മൂടിവെച്ചു? എന്തിന് ഈ മതഗ്രന്ഥത്തിൽ അഴിമതി നടത്തുന്ന സമീപനം നിങ്ങൾ സ്വീകരിച്ചു? അതുകൊണ്ടും തീർന്നില്ല.